നമസ്കാരം. ഭാരതത്തിന്റെ ഭൂപടത്തിൽ അറബിക്കടലിന്റെ ഹൃദയഭാഗത്ത് മരതകക്കല്ലുകൾ പാകിയതുപോലെ ചിതറിക്കിടക്കുന്ന മനോഹരമായ ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ്. പ്രകൃതി ഭംഗി കൊണ്ടും സാംസ്കാരികമായ പ്രത്യേകതകൾ കൊണ്ടും ശ്രദ്ധേയമായ ഈ പ്രദേശം ഇന്ന് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി നിലകൊള്ളുന്നത് ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിയുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച 1947 ആ നിർണായകമായ നാളുകളിൽ ഭാരതത്തിന്റെ ഭൂപടത്തിൽ നിന്ന് ലക്ഷദ്വീപിനെ അടർത്തി മാറ്റുവാൻ പാകിസ്ഥാൻ വലിയൊരു ചതിക്കുഴി ഒരുക്കിയിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ തൻ്റെ അസാമാന്യമായ നയതന്ത്രജ്ഞതയും വേഗതയും ഉപയോഗിച്ച് പാകിസ്ഥാന്റെ ആ മോഹങ്ങളെ തച്ചുടച്ച ചരിത്രം ഓരോ ഇന്ത്യക്കാരനും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർക്കുന്ന തിരക്കിലായിരുന്നു ഇന്ത്യൻ ഭരണകൂടം. എന്നാൽ ലക്ഷദ്വീപിന്റെ കാര്യത്തിൽ തുടക്കത്തിൽ അല്പം അനിശ്ചിതത്വം നിലനിന്നിരുന്നു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായതുകൊണ്ട് തന്നെ ലക്ഷദ്വീപ് സ്വാഭാവികമായും തങ്ങൾക്ക് ലഭിക്കുമെന്ന് പാകിസ്ഥാൻ കണക്കുകൂട്ടി. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന ഈ പ്രദേശത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യം തിരിച്ചറിഞ്ഞ പാകിസ്ഥാൻ ഭരണാധികാരി മുഹമ്മദ് അലി ജിന്ന ലക്ഷദ്വീപിൽ പാകിസ്ഥാന്റെ പതാക ഉയർത്തുവാനായി ഒരു യുദ്ധക്കപ്പലിനെ അങ്ങോട്ടേക്ക് അയക്കുന്നു. ആ സമയത്ത് ലക്ഷദ്വീപിന്റെ ഭരണം ആർക്കാണെന്ന കാര്യത്തിൽ കൃത്യമായ ഒരു ധാരണ ദ്വീപ് നിവാസികൾക്കും ഉണ്ടായിരുന്നില്ല. ഈ ആശയക്കുഴപ്പം മുതലെടുത്ത് ദ്വീപ് പിടിച്ചെടുക്കുക എന്നതായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം. ഈ വിവരം രഹസ്യ സ്രോതസ്സുകളിലൂടെ അറിഞ്ഞ സർദാർ വല്ലഭായ് പട്ടേൽ ഒരു നിമിഷം പോലും പാഴാക്കിയില്ല. പാകിസ്ഥാൻ കപ്പൽ ലക്ഷദ്വീപിൽ എത്തുന്നതിന് മുൻപ് അവിടെ ഇന്ത്യൻ സാന്നിധ്യം അറിയിക്കണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. ഉടൻ തന്നെ അദ്ദേഹം തിരുവിതാംകൂറിലെ ആർക്കോട്ട് സഹോദരന്മാരെയും മലബാറിലെ ഉദ്യോഗസ്ഥനെയും ബന്ധപ്പെട്ടു. ഇന്ത്യൻ നാവികസേനയുടെ വലിയ കപ്പലുകൾ അങ്ങോട്ടേക്ക് എത്തുവാൻ സമയമെടുക്കുമെന്നതിനാൽ കൊച്ചിയിൽ നിന്നും മലബാറിൽ നിന്നും ലഭ്യമായ ചെറിയ ബോട്ടുകളിലും മറ്റുമായി പോലീസ് ഉദ്യോഗസ്ഥരെയും ഭരണാധികാരികളെയും അയക്കുവാൻ പട്ടേൽ ഉത്തരവിട്ടു. ലക്ഷദ്വീപിലെത്തി ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാണ് ഈ പ്രദേശമെന്ന് പ്രഖ്യാപിക്കുവാനും അവിടെ ദേശീയ പതാകം ഉയർത്താനുമായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം. പട്ടേലിന്റെ നിർദ്ദേശപ്രകാരം തിരുവിതാംകൂറിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും പോലീസുകാരും അതിവേഗം ലക്ഷദ്വീപിലെത്തി. അവർ അവിടുത്തെ ജനങ്ങളോട് സംസാരിക്കുകയും ഇന്ത്യയുടെ ഭാഗമാകേണ്ടതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുകയും ചെയ്തു. താമസിയാതെ ദ്വീപിൽ ഭാരതത്തിന്റെ ത്രിവർണ പതാക ഉയർന്നു. ഇന്ത്യയുടെ പതാക ഉയർന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് പാകിസ്ഥാന്റെ യുദ്ധക്കപ്പൽ ലക്ഷദ്വീപ് തീരത്ത് എത്തുന്നത്. എന്നാൽ ദ്വീപിൽ ഇന്ത്യൻ പതാക പാറുന്നത് കണ്ട പാകിസ്ഥാൻ നാവികർക്ക് തങ്ങളുടെ ശ്രമം പരാജയപ്പെട്ടുവെന്ന് ബോധ്യമായി. ഇന്ത്യ ഇതിനകം തന്നെ പ്രദേശം കൈവശപ്പെടുത്തി കഴിഞ്ഞുവെന്നും ഇനിയൊരു കടന്നുകയറ്റം യുദ്ധത്തിന് കാരണമാകുമെന്നും ഭയന്ന് അവർ കപ്പൽ തിരിച്ചുവിട്ടു. പട്ടേലിന്റെ ഈ തന്ത്രപരമായ നീക്കം നടന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ലക്ഷദ്വീപ് പാകിസ്ഥാന്റെ ഭാഗമാകുമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ സുരക്ഷ വലിയ ഭീഷണിയിലുമാകുമായിരുന്നു. ലക്ഷദ്വീപ് കൈവിട്ടു പോയിരുന്നുവെങ്കിൽ അറബിക്കടലിലെ ഇന്ത്യയുടെ തന്ത്രപരമായ മേധാവിത്വം നഷ്ടപ്പെടുമായിരുന്നു എന്ന് മാത്രമല്ല, സമുദ്ര അതിർത്തികളിൽ പാകിസ്ഥാന് വലിയ സ്വാധീനം ലഭിക്കുകയും ചെയ്യുമായിരുന്നു. ഒരു തുള്ളി രക്തം പോലും ചീന്താതെ കേവലം ബുദ്ധിശക്തിയും വേഗതയും കൊണ്ട് ഒരു വലിയ പ്രദേശം ഇന്ത്യയോട് ചേർത്ത് നിർത്തുവാൻ പട്ടേലിന് സാധിച്ചു. ഇന്ന് നാം കാണുന്ന ഏകീകൃത ഇന്ത്യയുടെ നിർമ്മാണത്തിൽ സർദാർ വല്ലഭായ് പട്ടേൽ വഹിച്ച പങ്ക് എത്രത്തോളം വലുതാണെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. ലക്ഷദ്വീപ് നിവാസികൾ ഇന്ന് അഭിമാനത്തോടെ ഇന്ത്യയുടെ ഭാഗമായി തുടരുന്നതിന് പിന്നിൽ അന്ന് നടന്ന ആ മിന്നൽ നീക്കത്തിന്റെ ചരിത്രമുണ്ട്. പാകിസ്ഥാന്റെ വിഭജന തന്ത്രങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ലക്ഷദ്വീപിനെ ഭാരതാംബയുടെ കിരീടത്തിലെ പവിഴക്കല്ലായി നിലനിർത്തിയ ആ ചരിത്രം ഇന്ത്യൻ നയതന്ത്ര വിജയങ്ങളുടെ പട്ടികയിൽ സുവർണ അക്ഷരങ്ങളാൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഒരു ഭരണാധികാരിയുടെ നിശ്ചയദാർഢ്യം എങ്ങനെയൊക്കെ രാജ്യത്തിന്റെ ഭാവിയെ മാറ്റിമറിക്കുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി ഈ സംഭവം എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.